ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി എന്തെങ്കിലും ഇട്ടിട്ട് ആഗ്രഹം ഇടണമെന്ന്, പക്ഷേ എന്താ പറയുക, മാനസികമായി അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ശരിയാകണം. പിന്നെന്താ, ഒന്നും ചെയ്യാതെ മുടി നല്ല രസമുണ്ടല്ലേ. ഇതാ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം വാർന്നു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ നോർമലായിട്ട് നോക്കൂ. സി ഹൗ ബ്യൂട്ടിഫുൾ. ഓക്കെ സോ കം ടു ദ പോയിന്റ്. ഇന്ന് നമ്മളിവിടെ ഗ്രേ ടൗൺ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഇവിടെ ജൂലൈ ആയുള്ളൂ, അപ്പോഴേ ക്രിസ്മസ് ഒക്കെ തുടങ്ങിയോന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ന്യൂസിലാൻഡിൽ ഡിസംബറിൽ വിൻ്റർ അല്ല, സമ്മറാണ്. അപ്പോൾ ഇവിടെ പൊതുവെ ആഘോഷങ്ങളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പം തിങ്കളാഴ്ച കണ്ടത് ഇങ്ങനെ ഗ്രേ ടൗണിൽ ഇത് നടക്കുന്നുണ്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു, പക്ഷേ പ്രഗിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പ്രഗി എന്നെ കൊണ്ടുപോകേണ്ടത് മടിച്ചിട്ട് പ്രഗി എന്നെ കൊണ്ടുപോയില്ല, അല്ല എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ 6 പേരും ഉണ്ട്. 6 പേരും കൂടെ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം സാറ്റർഡേ ഇന്ന് 26 ജൂലൈ. പിന്നെ ഇന്നാണ് ഈ ഫെസ്റ്റിവൽ കഴിയുന്നത്. അതായത് മിഡ് വിൻ്റർ ക്രിസ്മസ് കാർണിവൽ എന്ന് പറയും. ഇന്നാണ് ഇത് കഴിയുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇന്ന് ജോളിയാക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പം ആദ്യം കാണാൻ പോകുന്നൊരു സാധനമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ നാളെ വ്ളോഗെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്യലില്ല, ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്, മടിയാണ് ഭയങ്കര. എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കരമായൊരു, അതായത് നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കില്ലേ, പൊടി. അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നുണ്ടായത്. ബട്ട് എല്ലാം ശരിയാവുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളെല്ലാവരും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു സംഭവം. അതായത് എല്ലാവർക്കും ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നമുക്കറിയില്ല, നമ്മൾ കേട്ടും റീൽസിൽ കണ്ടുമുള്ള അറിവേ ഉള്ളൂ എങ്ങനെയായിരിക്കും എന്ന്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായി. അപ്പോൾ അവൾ പറഞ്ഞു, ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വരണ്ട, ബട്ട് ഇറ്റ് നൈസ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടെ പോയി നോക്കാം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരും ആദ്യമായിട്ട് കാണാൻ പോകുന്നൊരു സാധനം ആയതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാം, ലൈക്ക് ഫിലിം ചെയ്യാം, വ്ളോഗ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല എന്താ ശരിക്കും സംഭവം എന്ന്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, വളരെ നേച്ചുറലായ മുഖം കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടെയൊക്കെ തണുപ്പിൻ്റെ ആണോ ഡാൻഡ്രഫിൻ്റെ ആണോ അറിയില്ല, അലർജി വന്നിട്ട് ഇവിടെയൊക്കെ അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒന്നും ഇവിടെ ചെയ്യില്ല. ഒന്നും ചെയ്യില്ലെന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒന്നും ചെയ്യാറില്ല. ആകെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, നല്ലൊരു ക്ലെൻസർ ആണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് ആദ്യം ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഒരു വിൻ്ററൊക്കെ ക്രിസ്മസ് ടൈം അല്ലേ, അപ്പോൾ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടുത്തെ വിൻ്ററും ഞാനും തമ്മിലൊരു യോജിപ്പ് വന്നില്ല. സോ ഞാൻ വീണ്ടും പഴയപോലെ ജീൻസ് ടോപ്പ് ആസ് യൂഷ്വൽ വെരി കംഫർട്ടബിൾ ഡ്രസ് ഇട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കാണാം. ലിപ്സ്റ്റിക് ഇട്ടു. എനിക്ക് കുറേ നാളായുള്ളൊരു ആഗ്രഹമാണ് ഒരു സാധനം ട്രൈ ചെയ്യണം. ഐലൈനർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു വാലിട്ട് വരയ്ക്കണം. ഞാൻ അങ്ങനെ, അതായത് ഈ 2025 എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണത്. എനിക്ക് അതെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത് പോയപ്പോൾ ഒരു എന്താണ് ലോറിയൽ പാരീസിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് വാങ്ങിച്ചു. ഞാൻ എന്നിട്ട് എനിക്ക് ഇടാനൊന്നും അറിയില്ല, ഞാൻ ട്രൈ ചെയ്യാം, നോക്കാം. എനിക്ക് തന്നെ ചിരി വരുന്നു എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. 10 വയസ്സാവാനായി, എന്നിട്ടും ഒരു കാര്യം ഇപ്പോഴാണ് ഒരു ഐലൈനർ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്. വാലിടാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, എനിക്കിങ്ങനെ മേലെ വരയ്ക്കാനുണ്ട്, എനിക്കറിയില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. നല്ല തണുപ്പുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ചില ദിവസം ഭയങ്കര ഹൈപ്പറാണ്. എനിക്കെന്നെ അറിയില്ല എവിടുന്ന ഈ എനർജിയൊക്കെ വരുന്നതെന്ന്. ആ ഒരു തരത്തിൽ ഹൈപ്പർ ആവലുണ്ട്. മേ ബി എനിക്കൊന്ന് പീരീഡ്സ് ആവുന്നതിന് കുറച്ച് മുന്നേയുള്ള ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹൈപ്പറാണ്. പ്രഗ്ന എന്നോട് ചോദിച്ചു തുടങ്ങും, നിനക്ക് പീരീഡ്സ് ആവാനായോ, അങ്ങനെ. അപ്പം ഞാൻ ഹൈപ്പർ ആയതുകൊണ്ട് എനിക്കറിയില്ല ഈ വീഡിയോ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന തന്നെയായിരിക്കും നിങ്ങൾ കാണുന്നത്.
പെട്ടെന്ന് മൂഡ് പോകാനും ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ വീഡിയോ മൊത്തത്തിലെടുത്ത് തീർക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ മുടി വാരിയില്ല ബിക്കോസ് എനിക്ക് കേൾസ് ഒന്നും പോകണമെന്ന് തോന്നിയില്ല. ഓക്കേ, പോവല്ലേ? പ്രഗി എക്സൈറ്റഡ് ആണോ? ഞാൻ എപ്പോഴും അങ്ങനെയല്ലേ പ്രഗിനോട് ചോദിക്കല്. ഇത്തവണ എക്സൈറ്റഡ് ആണെന്ന് പറയാല്ലേ? എക്സൈറ്റഡ് ആണ്. ദക്ഷി സേ ഹായ്. നവി car need 8 liter for 400 kg. That means around 12.5. Exactly 12. Okay. എന്നിട്ടാന്ന് പറയുമ്പോൾ നേരത്തെ എന്റെ ഏകദേശം അത്ര തന്നെ കിട്ടുന്നുണ്ടാവുള്ളൂ. 7.3 ആയിരുന്നു. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ പാർക്കിംഗ് കിട്ടിയില്ല. ഓ, എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോഡ് ക്ലോസ്ഡ് ആണ്. മുമ്പിൽ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് എടുക്കാം. എന്നാ ആയിക്കോട്ടെ, എന്നാ പോയിക്കോ. കിട്ടിപ്പോയി പാർക്കിംഗ് കിട്ടിപ്പോയി. അല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു വണ്ടി കൂടി ഉണ്ടായിരുന്നല്ലോ. ഒരാളല്ല, രണ്ടാളുണ്ട്. നമ്മളിവിടെ എത്തി. ഒരു പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. എത്ര വീഡിയോസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം. You see the stunt juggling fire? You see some hands. Just pretend you're at church or a bank robbery. Alright, I love audience participation. Alright, here we go. How are you going to clap with one hand? Are you going to slap her? Or you can do it. You can work together. You can work together. Alright, here we go. Step number 1. Alright, let's do it at the same time, right? We're not a jazz band. Oh, yeah! Great Town's got rhythm. Just a bit louder. A bit faster. Here I come. Don't try to stop. Okay, folks, next, Heidi's going to count you in for a 3, 2, 1 countdown. After the countdown, Mark and Ralph are going to let go of my hands. Yeah? Are you all right, Heidi? Oh. Thank you very much, everybody. In your own time, just come forward. No need to rush. If you have a $50 bill, just push in. ക്യാഷ് ഓൺലി, $5 ക്യാഷ് ഓൺലി. ഇയാൾ എന്നെ എല്ലാം കാണിച്ചു തന്നിട്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നില്ല, കൊതിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. വാങ്ങിത്തരണം. പക്ഷെ അവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ച് കടയുള്ളൂ. സ്റ്റിൽ എല്ലാ കടയിൽ നിന്നും വാങ്ങിക്കണം. എല്ലാ കടയിൽ നിന്നും ഓരോരോ സാധനം വെച്ച് മേടിക്കട്ടെ. രാത്രി ആയിരിക്കും ആക്ച്വലി കുറച്ചുകൂടെ രസമുണ്ട് അതല്ലേ. എനിക്ക് തോന്നുന്നു പ്രഗി രാത്രി ആയാലാണ് കുറച്ചുകൂടെ രസമുണ്ടാവുക. അപ്പോൾ നമുക്ക് രാത്രി ആയാലും സ്ട്രീറ്റുകളിലെ കൂടെ ഒന്നുകൂടെ നടക്കാം കേട്ടോ. അപ്പോൾ ഈ ലൈറ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയില്ല. എനിക്കൊരു ഫ്രീ ബി കിട്ടി. Our last slices now. We sold 3 of them. Wow. Yeah, they got 3 each. Gingerbread croissants are amazing with almond cream. ഇത് ഇപ്പൊ പിന്നെ മേടിച്ചത്, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ,
അതിന് നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാം. അവര് പറയുന്നുണ്ടല്ലേ I'm lucky enough to get the last piece. ലാസ്റ്റ് പീസ്. അയ്യോ ഭാഗ്യം. ആഹാ എന്ത് രസം. All right, we're gonna need more room. In, back. That's it. Just spin further back. There we are. Yes, filming it. പരിപാടിയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഫയർ വർക്കൊക്കെ എല്ലാം കഴിഞ്ഞു. ഖത്തം. ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. തണുത്തിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാല് ഭയങ്കര തണുക്കുന്ന, കാലിൻ്റെ അടി. അപ്പൊ നമ്മള് പോയി തിരിച്ചു വന്നു അല്ലേ പ്രഗി? എങ്ങനെയുണ്ടാ? ഇഷ്ടായോ? അടിപൊളിയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തോരം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പാ, പക്ഷെ കാലിന്റെ അടി തണുപ്പിട്ട് വന്നിട്ട് ചൂട് പിടിക്കുക കാല്. നല്ലായിരുന്നു. ലൈക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അതായിട്ടൊരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടിയ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫുഡായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. മൊത്തത്തിലൊരു എല്ലാവരെയും കൂടെ കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പം ലാസ്റ്റ് ഡേ ആയതുകൊണ്ടെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് എൻ്റെ ഈ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്ന മൈൻഡേക്ക് ഒന്ന് ഉണർന്നു. നല്ല രസമായിരുന്നു. എനർജി ഇപ്പം തീർന്നു. രാവിലെ ഞാൻ വളരെ തുള്ളിച്ചാടി, രാവിലെ അല്ല ഉച്ചയ്ക്ക് ഞാൻ വളരെ തുള്ളിച്ചാടി നടക്കുമായിരുന്നു. അപ്പം എൻ്റെ എനർജിയൊക്കെ പോയി. ഇനി എനിക്ക് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം.